ഓരോരുത്തരൊക്കെ ഇങ്ങനെ പട്ടി കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ട്, അതായത് ഈ ലാബിനെയൊക്കെ മേടിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ആദ്യം ഈ കുഞ്ഞായിരിക്കുമ്പോൾ ഇവത്തുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അത് കഴിയുമ്പം കാണിക്കുന്ന ഓരോ ഇവന്മാർ എല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പലപ്പോൾ ഞാൻ പല വീഡിയോകളും നമ്മുടെ ഫേസ്ബുക്ക് വഴി ഞാൻ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവളില്ലേ, ഞങ്ങൾ ടില്ലൂസെ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഇവളാണെങ്കിൽ പണ്ട് ഇതുപോലെ കുഞ്ഞിലെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പുഴുവൊക്കെ അരിച്ചിട്ട് വന്നിട്ട് ഇവളെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അതായത് അവളെ വന്ന് വതക്കി നമ്മുടെ റോഡിൻ്റെ അവിടെ വന്നിട്ട് തന്നെ ഭയങ്കരമായിട്ടും കരഞ്ഞപ്പം ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ 2-3 വട്ടം വൈഫിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ പട്ടിക്കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇതേ അവിടെ ഒരു പട്ടി കിടന്ന് ഇങ്ങനെ കരയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഇതിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് അവളെ ഞാൻ അതുപോലെ നോക്കി. അതൊരു പെൺപട്ടിയായിരുന്നു. അങ്ങോട്ട് പോലും എന്നിട്ട് ഇവളൊരു 3-4 പ്രാവശ്യം പ്രസവിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. പക്ഷേ ആ കുഞ്ഞുങ്ങളെ എല്ലാം ഓരോരുത്തരും കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒരു കുഞ്ഞുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ, അവനെ വളർത്തുന്നുണ്ട്. ഷാഡോ എന്നാണ് അവൻ്റെ പേര്. നമ്മളിതുപോലെ പൊന്നു പോലെ നോക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാതെ. അവൾക്ക് വേണ്ടിയുള്ള തോർത്ത്, അവൾക്ക് വേണ്ടി ഷാമ്പു, അവൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ഇതായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്മാരെ ഓരോന്ന് കാണിക്കുമ്പം എനിക്ക് കേവലം കാണിക്കാനുള്ളത് വെറും നമ്മളിലെ പണ്ട് പറയാറില്ലേ കുടിച്ചിപ്പട്ടി എന്നൊക്കെ പറയുന്നല്ലോ, അതുപോലും വിലയില്ലെന്ന് പറഞ്ഞ പോലെ ഒന്നും ഇല്ലാത്തടത്തൊന്ന് കിട്ടിയ ഞങ്ങൾക്ക് ഇവളെ 5 കൊല്ലം കൊണ്ട് ഞാൻ പൊന്നു പോലെ ഞാൻ ഇവളെ നോക്കുന്നത്. ചിലവന്മാർ കാണിക്കുന്ന ഓരോ ഇത് കണ്ടുകൊണ്ട് എനിക്കൊരു വീഡിയോ ഇടണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവളോട് ഞാൻ വാടി മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അവൾ സ്പോട്ടിലെത്തുക. അത്രയ്ക്ക് സ്നേഹമാണ് അവൾ. പക്ഷെ അങ്ങോട്ട് സ്നേഹം കൊടുത്താലുണ്ടല്ലോ ആർക്കാണേലും തിരിച്ചും കിട്ടും. അപ്പം പുതിയൊരു വീഡിയോ